ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. ബുധനാഴ്ച ഹാജരാകണമെന്ന് നിർദ്ദേശം. സുരേഷ് ഗോപിക്ക് വേണ്ടി ശ്രീരാമന്റെ പേരിൽ അബ്ദുള്ളക്കുട്ടിയുടെ വോട്ട് അഭ്യർത്ഥന. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി LDF. ഗ്യാൽനേജ് ഫീസ് പിൻവലിച്ചില്ലെങ്കിൽ ബൗക്കോ കടുത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് ബൗക്കോ MDയുടെ കത്ത്. ബൗക്കോ കത്ത് നൽകിയത് എക്സൈസ് മന്ത്രിക്ക്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനാണ് നോട്ടീസ് നൽകിയത്. ബുധനാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം. പാർട്ടിയുമായി ആലോചിച്ച ശേഷമേ ഹാജരാകുന്നതിൽ തീരുമാനം എടുക്കുമെന്ന് MM വർഗീസ് അറിയിച്ചു. MM വർഗീസ് ബുധനാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കേസിൽ CPMനെ കുരുക്ക് മുറുക്കുകയാണ് ED. CPMന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും ED കൈമാറി. കരുവന്നൂരിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് EDയുടെ നിർണായക നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. 5 രഹസ്യ അക്കൗണ്ടുകൾ പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിലുണ്ട്. അക്കൗണ്ടുകൾ തുടങ്ങണമെങ്കിൽ ബാങ്കിൽ അംഗത്വം എടുക്കണമെന്നാണ് ബാങ്ക് ബൈലോയും സഹകരണ നിയമവും പറയുന്നത്. എന്നാൽ അക്കാര്യം പാലിച്ചിട്ടില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബെനാമി വായ്പകൾ വിതരണം ചെയ്യാനും കമ്മീഷൻ തുക നിക്ഷേപിക്കാനും അക്കൗണ്ടുകൾ ഉപയോഗിച്ചു. പാർട്ടി ഫണ്ട്, ലെവി പിരിവ് സംബന്ധമായ കാര്യങ്ങളും ഈ അക്കൗണ്ടുകളിലൂടെ നടത്തി. ഉന്നത CPM നേതാക്കൾ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തു. എന്നാൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച ഒരു വിവരവും ഓഡിറ്റ് രേഖകളിൽ ഇല്ലെന്നും ED ചൂണ്ടിക്കാട്ടുന്നു. തൃശൂർ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ 25 അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി CPMനുണ്ട്. എന്നാൽ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കഴിഞ്ഞ മാർച്ചിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ ഇല്ലെന്ന് ED ചൂണ്ടിക്കാട്ടുന്നു. ജനപ്രാതിനിധ്യ നിയമവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖകളും അനുസരിച്ച് അക്കൗണ്ട് വിവരങ്ങളും കണക്കുകളും രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ധനമന്ത്രാലയത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും നിലപാട് കരുവന്നൂരിലെ ED അന്വേഷണത്തിൽ നിർണായകമാകും. മീഡിയ ടൈം, തൃശൂർ. കരുവന്നൂരിലെ ED നടപടിയിൽ ഭയമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭയപ്പെടുത്തേണ്ട, തങ്ങൾക്ക് ഭയത്തിന്റെ ആവശ്യമില്ല. രഹസ്യമായ അക്കൗണ്ട് ഇല്ല, എല്ലാം പരസ്യമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ED കണ്ടുപിടിക്കട്ടെ. തങ്ങളെ വിരട്ടാൻ നോക്കണ്ട എന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. രഹസ്യ അക്കൗണ്ട് പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. കള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് കേജ്രിവാളിനെ പോലുള്ള അറസ്റ്റ് ചെയ്യുന്ന EDക്ക്, അതുപോലെ തന്നെയുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന് ആരെയാണ് അറസ്റ്റ് ചെയ്തത്? ഞങ്ങൾക്കതിൽ ഭയത്തിന്റെ പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നില്ല. കള്ള ഗൂണ്ട പിരിവ് നടത്താൻ കൂട്ടുനിന്ന ED അല്ലേ ആദ്യം പോയി ഭീഷണിപ്പെടുത്തും. എന്നിട്ട് വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെയാണ് കടന്നാക്രമം. ഞങ്ങൾക്ക് രഹസ്യമായ ഒരു കണ്ടില്ല, എല്ലാം പരസ്യമാണ്, എല്ലാം കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നതുമാണ്. അശോക് ചൗഹാനെ പോലുള്ളവരെ ഭയപ്പെടുത്തിയാൽ മതി, ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട കേട്ടോ. അസാധാരണ സാഹചര്യം തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അസാധാരണ സാഹചര്യമല്ലേ. പക്ഷേ അതൊന്നും കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും തകർക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. മതവിശ്വാസത്തിന്റെ പേരിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചെന്ന് ആരോപിച്ച് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. മാർച്ച് 30 ഇരിങ്ങാലക്കുട ഢാണ പൂതംകുളം മൈതാനിയിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ശ്രീരാമന്റെ പേര് പറഞ്ഞ സുരേഷ് ഗോപിക്ക് വോട്ട് അഭ്യർത്ഥിച്ചെന്നാണ് പരാതി. അബ്ദുള്ളക്കുട്ടിയുടെ പ്രവൃത്തി 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമം 171 പ്രകാരവും കുറ്റകരവും ശിക്ഷാർഹവുമാണെന്നും പരാതിയിൽ പറയുന്നു. ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം എന്ന അഭ്യർത്ഥനയാണ് AP അബ്ദുള്ളക്കുട്ടി നടത്തിയത്. സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടി ഹിന്ദുമത വിശ്വാസികൾ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് അബ്ദുള്ളക്കുട്ടി ഇത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി സുരേഷ് ഗോപിക്കെതിരെയും അബ്ദുള്ളക്കുട്ടിക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് LDF പരാതിയിൽ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, തൃശൂർ. കുന്നംകുളം കേച്ചേരി പറപ്പൂക്കാവിൽ പാപ്പാനെ തോട്ടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. മച്ചാട് ജയറാം എന്ന ആനയുടെ പാപ്പാൻ
തിരുവല്ല കവിയൂർ സ്വദേശി അയ്യപ്പദാസാണ് അറസ്റ്റിലായത്. ചിറക്കാട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാൻ കോട്ടയം സ്വദേശി 34 വയസ്സുള്ള ബിജിക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഹൗസ് സ്റ്റേഷൻ ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചിറക്കാട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാൻ കോട്ടയം സ്വദേശി 34 വയസ്സുള്ള ബിജിക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 8:30-ഓടെയാണ് സംഭവം. പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പാപ്പാന്മാർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പ്രതികളായ പാപ്പാന്മാർ ചേർന്ന് ബിജിയെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിജിയെ കേച്ചേരി ആർട്സ് ആംബുലൻസ് പ്രവർത്തകരാണ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. ജാഗ്രതയുടെ ഭാഗമായി 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഈ ദിവസങ്ങളിൽ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വേഗത സെക്കൻഡിൽ 5 സെന്റിമീറ്ററിനും 20 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മീഡിയ ടൈം, കൊച്ചി. ബജറ്റിൽ വർദ്ധിപ്പിച്ച ഗ്യാലനേജ് ഫീസ് പിൻവലിച്ചില്ലെങ്കിൽ ബെവ്കോ കടുത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് ബെവ്കോ MD-യുടെ കത്ത്. എക്സൈസ് മന്ത്രിക്കാണ് ബെവ്കോ കത്ത് നൽകിയത്. വെയർഹൌസുകളിൽ നിന്നും ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം മാറ്റുമ്പോൾ ബെവ്കോ സർക്കാരിന് നൽകേണ്ട നികുതിയാണ് ഗ്യാലനേജ് ഫീസ്. 300 കോടിയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് ഗ്യാലനേജ് ബജറ്റിൽ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത്. കൂട്ടിയ ഫീസ് കുറച്ചില്ലെങ്കിൽ ബെവ്കോയ്ക്ക് പിടിച്ചു നിൽക്കാൻ വീണ്ടും സംസ്ഥാനത്ത് മദ്യവില ഉയർത്തേണ്ടി വരും. വെയർഹൌസുകളിൽ നിന്നും ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം മാറ്റുമ്പോൾ ബെവ്കോ സർക്കാരിന് നൽകേണ്ട നികുതിയാണ് ഗ്യാലനേജ് ഫീസ്. നിലവിൽ ലിറ്ററിന് 5 പൈസയാണ് നൽകിയിരുന്നത്. പുതിയ സാമ്പത്തിക വർഷം മുതൽ അത് 10 രൂപയായി ഉയരും. 300 കോടിയുടെ നഷ്ടം ഇതുവഴി ബെവ്കോയ്ക്കുണ്ടാകുമെന്നാണ് MD യോഗേഷ് ഗുപ്ത സർക്കാരിനെ അറിയിച്ചത്. പല ഔട്ട്ലെറ്റുകളും അടയ്ക്കേണ്ടി വരികയും ജനപ്രിയ ബ്രാൻഡുകൾ ഷോപ്പുകളിൽ എത്താതിരിക്കുകയും ചെയ്തപ്പോൾ ബെവ്കോ നേരത്തെ ഒരു ഘട്ടത്തിൽ നഷ്ടത്തിലേക്ക് പോയിരുന്നു. 3 സാമ്പത്തിക വർഷം നഷ്ടത്തിലായിരുന്ന ബെവ്കോ 2022-23 സാമ്പത്തിക വർഷമാണ് ലാഭത്തിലേക്ക് എത്തിയത്. 124 കോടി രൂപയായിരുന്നു ബെവ്കോയുടെ ആ സാമ്പത്തിക വർഷത്തെ ലാഭം. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത് 269 കോടി ലാഭമാണ്. ഒരു സാമ്പത്തിക വർഷം 1.25 കോടി രൂപയാണ് ഗ്യാലനേജ് ഫീസായി ബെവ്കോ നൽകുന്നത്. ഈ സ്ഥാനത്ത് പുതിയ നിരക്ക് വരുന്നതോടെ 300 കോടിയുടെ നഷ്ടമുണ്ടാകും. കോർപ്പറേഷൻ കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് ബെവ്കോ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. മീഡിയ ടൈം, കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിൽ അഴീക്കോട് കപ്പൽ ബസാറിൽ നിന്നും 5.5 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M. ഷാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വ്യാജമദ്യം കണ്ടെത്തിയത്. ബീച്ച് റോഡിൽ കപ്പൽ ബസാറിൽ ഒഴിഞ്ഞ പറമ്പിൽ സൂക്ഷിച്ച രീതിയിലാണ് മദ്യം കണ്ടെടുത്തത്. അഴീക്കോട് ബീച്ച് റോഡിൽ കപ്പൽ ബസാറിൽ ഒഴിഞ്ഞ പറമ്പിൽ സൂക്ഷിച്ച രീതിയിലാണ് മദ്യം കണ്ടെടുത്തത്. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചതായും ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കൊടുങ്ങല്ലൂർ ഭരണി, വിഷു എന്നിവയോടനുബന്ധിച്ച് തീരദേശ മേഖലയിൽ വ്യാജമദ്യം വിപണനം നടത്തുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും എക്സൈസ് അറിയിച്ചു. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽകുമാർ PR, പ്രിവന്റീവ് ഓഫീസർമാരായ മന്മഥൻ KS, അനീഷ് E. പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് T, റിഹാസ് AS, സിജാദ് KM, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുമി EG എന്നിവരുമുണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്.
വയോധികയുടെ കണ്ണ് മുളകുപൊടി എറിഞ്ഞ് ആക്രമിച്ച ശേഷം മാല പൊട്ടിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചേന്നമംഗലം കിഴക്കുംപുറം കോറ്റട്ടാൽ മാതിരപ്പള്ളി വീട്ടിൽ ഷാജഹാനെയാണ് വടക്കേക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാവിലെ കോറ്റട്ടൽ ക്ഷേത്രത്തിന് സമീപം ഷാജഹാന്റെ വീടിന് മുന്നിലെ റോഡിലൂടെ നടന്നുപോയ സുഭദ്രയുടെ മാലയാണ് പൊട്ടിച്ചത്. ഷാജഹാൻ സുഭദ്രയുടെ പിന്നിലൂടെ ചെന്ന് കണ്ണിലേക്ക് മുളകുപൊടി എറിഞ്ഞ ശേഷം മാല പൊട്ടിച്ച് ഓടുകയായിരുന്നു. സ്വർണ്ണമാലയാണെന്ന് കരുതി പൊട്ടിച്ചത് മുക്കുപണ്ടമായിരുന്നു. പള്ളിക്ക് നേരെ കാട്ടാന ആക്രമണം. അതിരപ്പള്ളി പ്ലാന്റേഷൻ 1-ാം ബ്ലോക്കിൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയാണ് കാട്ടാന ആക്രമിച്ചത്. പള്ളിയുടെ മുൻഭാഗത്തെ വാതിൽ പൊളിച്ച കാട്ടാനക്കുട്ടി പള്ളിയുടെ അകത്തേക്ക് കടന്നു. ജനലും പിൻഭാഗത്തെ ഗ്രില്ലും ആക്രമിച്ചു. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. ചെറിയ ചാണാശ്ശേരി രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ രാത്രി കാട്ടാന ഇറങ്ങി കൃഷിനാശമുണ്ടാക്കിയത്. 1.5 ഏക്കർ കൃഷിയിടത്തിന് ചുറ്റും 2 നിരയായി ഇലക്ട്രിക് ഫെൻസിങ്ങും കൃഷിയിടത്തിന് ചുറ്റും വെളിച്ചവും ഇട്ടിരുന്നു. ഇവയെല്ലാം മറികടന്നാണ് ആന കൃഷി നശിപ്പിച്ചത്. 20-ലേറെ കായ്ച്ചു തുടങ്ങിയ തെങ്ങുകളും വാഴയും പഴവർഗ്ഗങ്ങളുമാണ് നശിപ്പിച്ചത്. മെരടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വേനൽക്കാല സ്കേറ്റിംഗ് ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ഉദ്ഘാടനം ചെയ്തു. അന്നമട ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി.കെ. സതീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ കേരള പോലീസ് ഫുട്ബോൾ ടീം അംഗം സബ് ഇൻസ്പെക്ടർ റോയ് പൗലോസ്, ടെലിവിഷൻ മിമിക്രി താരം പ്രമോദ് മാള എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത്, പ്രധാന അധ്യാപിക P.H. ജാസ്മിൻ, വൈസ് പ്രസിഡന്റ് സിജോ ചക്കാലക്കൽ, അധ്യാപകരായ ജേക്സ് ജിൽസൺ, P.C. സുധ എന്നിവർ സംസാരിച്ചു. സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ മൈതാനത്താണ് സ്കേറ്റിംഗ് പരിശീലനം നടത്തുന്നത്. 50ഓളം സ്കൂൾ കുട്ടികൾക്കാണ് 2 മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. സേവാഭാരതി കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിവരുന്ന കഞ്ഞിവിതരണത്തിന്റെ 20ാം വാർഷികാഘോഷം നടത്തി. ആശുപത്രിയിലെ കിടപ്പരോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാ ദിവസവും വൈകിട്ടാണ് കഞ്ഞി വിതരണം. 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ സേവാഭാരതി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. പ്രാന്തീയ ഗ്രാമവികാസ് സംയോജക് P. ശശീന്ദ്രൻ സേവാ സന്ദേശം നൽകി. സേവാഭാരതി ജില്ലാ രക്ഷാധികാരി മേജർ ജനറൽ ഡോക്ടർ P. വിവേകാനന്ദൻ, P. മനോജ്, ഡോക്ടർ റിനി, P.S. ഷാലി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചന്തപ്പുര നെടിയതളി ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 6 വരെയാണ് ഉത്സവം. ക്ഷേത്രം തന്ത്രി ബാബുശാന്തി കൊടിയേറ്റ് നിർവഹിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി കലവറ നിറയ്ക്കൽ, കൊടിക്കൽപ്പറ, മുളപ്പൂജ, കലാപരിപാടികൾ, കലശാഭിഷേകം, ശ്രീഭൂതബലി, കളഭാഭിഷേകം, വിശേഷാൽ പൂജ, മുളപൂജ, അത്താഴപൂജ, കലാപരിപാടികൾ എന്നിവ നടത്തും. പുത്തൻവേലിക്കര സമന്വയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2ാമത് അഖില കേരള വോളിബോൾ മേള പുത്തൻവേലിക്കര സ്റ്റേഷൻ കടവിൽ സമന്വയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടങ്ങി. മേള ഏപ്രിൽ 6-ന് സമാപിക്കും. മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം VM മൊയ്തീൻ നൈന ഉദ്ഘാടനം ചെയ്തു. സമന്വയ രക്ഷാധികാരി PV ജോസ് അധ്യക്ഷനായി. സിനിമാ താരം അഞ്ജലി നായർ, ബാലതാരം ആവണി എന്നിവർ മുഖ്യാതിഥികളായി. VC സഭ സ്കൂൾ മാനേജർ T. സുധീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ അജല പുരുഷൻ, AR ശ്രീജിത്ത്, രജനി ബിബി, സമന്വയ സെക്രട്ടറി KP രാധാകൃഷ്ണൻ, പ്രസിഡന്റ് PN വേണു എന്നിവർ സംസാരിച്ചു. കുറ്റിച്ചിറ ശ്രീ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ക്ലബിന്റെ വാർഷികാഘോഷവും പ്രതിഭാ പുരസ്കാര സമർപ്പണവും നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ് രക്ഷാധികാരി സണ്ണി ജോൺ അധ്യക്ഷനായി. ക്ലബിന്റെ ഈ വർഷത്തെ പ്രതിഭാ പുരസ്കാരം KB അജോഷിന് ഒളിമ്പ്യൻ ലിജോ ഡേവിസ് തോട്ടാൻ സമ്മാനിച്ചു. K. ഉണ്ണികൃഷ്ണൻ, യൂജിൻ മൊറേലി, സുഗു പാപ്പാരി, ഉണ്ണികൃഷ്ണൻ പ്ലാശ്ശേരി, PR സനീഷ്, ആശാ രാകേഷ്, CB സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നാടൻ പാട്ട് കലാകാരന്മാരുടെ സംഘടനയായ നാട്ടുകലാകാര കൂട്ടായ്മ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RLV രാമകൃഷ്ണൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗം ഗ്രാമിക പ്രസിഡന്റ് കിട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഉദിമാനം അയ്യപ്പൻ, കലാഭവൻ ജയൻ, PK ശങ്കരദാസ്, രമേശ് കരിന്തലക്കൂട്ടം, സുരേഷ് മുട്ടത്തി, രാജേഷ് കങ്ങാടൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. ബുധനാഴ്ച ഹാജരാകണമെന്ന് നിർദ്ദേശം. സുരേഷ് ഗോപിക്ക് വേണ്ടി ശ്രീരാമന്റെ പേരിൽ അബ്ദുള്ളക്കുട്ടിയുടെ വോട്ടഭ്യർത്ഥന. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി LDF. ഗ്യാൽനേജ് ഫീസ് പിൻവലിച്ചില്ലെങ്കിൽ ബൗക്കോ കടുത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് ബൗക്കോ MDയുടെ കത്ത്. ബൗക്കോ കത്ത് നൽകിയത് എക്സൈസ് മന്ത്രിക്ക്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.